ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് വന്നിട്ടുള്ളൊരു ബസ് വീഡിയോ ആയിട്ടാണ്. നമുക്ക് എന്തായാലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇത് ചെയ്തിട്ട് വെച്ചാൽ ഇതേപോലെ പേപ്പർ ഉണ്ടോ, ഇങ്ങനെ നമ്മളിവിടെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. ഈ പേപ്പറിൻ്റെ ഇതിൽ ഒട്ടിച്ച് വെച്ചിട്ട് എന്നിട്ട് നമുക്ക് അതേപോലെ ഇങ്ങനെയായിട്ട് മടക്കിയെടുക്കാം. ഉണ്ടോ, ഇതിൻ്റെ പാകത്തിൽ മടക്കിയിട്ട് ഇതൊന്ന് റോൾ ചെയ്ത് കൊടുക്കാം. ഇതേപോലെ മടക്കി എടുത്തിട്ട് നമുക്കിതും കൂടെ ഒട്ടിച്ചു കൊടുക്കാം. കണ്ടോ, ഇതേപോലെ നമുക്കിത് ഒട്ടിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ഇവിടെ കെട്ടുന്ന ഈ പേപ്പറിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇതേപോലെ മടക്കിയിട്ട് ഇങ്ങനെ ചുരുട്ടിയിട്ട് മടക്കി വെച്ച് കൊടുക്കാം. ഇതിലൊരു ശേഷം ഇവിടെ ഒരു സൈഡിലുള്ള ശേഷം ഇതിൻ്റെ ലേശം ഇങ്ങനെ ഫസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഇത് സിമ്പിളായിട്ടോ, അപ്പോൾ നിങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കാം. ഞാനിത് ഒട്ടിക്കുന്നതിൻ്റെ സമയത്ത് വേണ്ടി ഒന്ന് വെയിറ്റ് ചെയ്യാനായിട്ട് ഞങ്ങളിവിടെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതും കൂടി ഒന്ന് നമുക്ക് അതേപോലെ അങ്ങനെ ഒട്ടിച്ചെടുക്കാം. സിമ്പിളാണ്, നിങ്ങൾക്കും നിങ്ങളുടെ കുട്ടികൾക്ക് ചെയ്തു കൊടുക്കാം. കണ്ടോ, നമുക്കത് അതേപോലെ അങ്ങനെ ബസ്സിൻ്റെ ചതുരം നമ്മൾ പകുതി നിൽക്കാതെ ശരിയായി വരുന്നിട്ടില്ല. ചെയ്ത എഴുതില്ല. ഒരു ബസ്സിൻ്റെ ചതുരം കിട്ടിയില്ലേ. ഇനി നമുക്ക് ഇവിടെ ഒരു പൈസ കുറച്ച് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഇവിടെ കുറച്ച് പൈസ നമുക്ക് ഇതിങ്ങോട്ട് വടച്ച് തിരിച്ചൊട്ടിച്ച് കൊടുക്കാം. ഇത് ഫുള്ള് പശയെ കൊളിച്ച് വിടാം. നമ്മൾ അതിൻ്റെ ചതുരം ഇവിടെ സെറ്റായിട്ടുണ്ട് ഗൈസ്. അടിപൊളിയായിട്ട് ഒന്ന് ഉണങ്ങി വരട്ടെ. എന്നാലും ഇത് നമ്മളെ സെറ്റായിട്ടുണ്ട്, അടിപൊളിയായിട്ടുണ്ട്. ഇതൊന്ന് ഉണങ്ങി വരട്ടെ ഗൈസ്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു ഷീറ്റാണ്. അത് നമുക്ക് നല്ല സമചലനത്തിൽ കട്ട് ചെയ്തെടുക്കാം. നമുക്കത് നിങ്ങൾക്ക് വേണ്ട പീസ് എത്രയാണോ, ഞാൻ അതിനായിട്ട് ഇതിൻ്റെ അളവാണ് എടുക്കുന്നത്. ഇതിൻ്റെ ഇവിടെ ഉണ്ടോ, ഇതിൻ്റെ അളവ് വെച്ച് നോക്കുമ്പോൾ ഇത്രയാണ് വരുന്നത്. അപ്പോൾ നമുക്ക് അതിനത്ര വരെ നമുക്കൊന്ന് കീറിയെടുക്കാം. ഇത് നമ്മൾ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഇനി അത് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. നല്ല വൃത്തി കട്ട് ചെയ്യണം. അതിന് നമ്മളത് മടക്കി ഒട്ടിക്കരുത് കേട്ടോ. ബസ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ അതിൻ്റേതായ രീതിയിൽ വേണ്ടേ. അപ്പോൾ ഇത് കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾ സൂക്ഷിക്കുക. പിന്നെ കണ്ടതാ ഇങ്ങനെ ഒരു ചാക്ക് സമചതുരമാണ്. ഇനി എന്നിട്ട് നമ്മൾ ഇത് ഇങ്ങനെ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഒന്നും കൂടി ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഒന്നും കൂടി ഇതൊന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് കണ്ടത് അങ്ങനെ സമചതുരം ഒന്നും കൂടി ചെറുതാക്കി എടുക്കുക. ചെറിയൊരു സമചതുരം അതിലോട്ട് നമുക്ക് ലേശം പശ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ലേശം ആണുള്ളൂ കേട്ടോ. അത് ഞാൻ അവിടെ ഒട്ടണില്ല, അതുകൊണ്ടാണ് ഞാൻ ഇത് വേണമെന്ന് അറിയിട്ടത്. അല്ലെങ്കിൽ അതിനെ രസം. അതിൽ കളറൊന്നും കിട്ടില്ല. കളർ പേപ്പർ ഉണ്ടെങ്കിൽ അത്രയും നല്ലത്. ഇത് ബ്ലാക്ക് കളർ ബസ്സാക്കാനുള്ള ഉദ്ദേശം. ഇതെന്തായാലും ഒന്ന് ഇതായി വരട്ടെ കേട്ടോ.
എന്നിട്ട് നമുക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനി അതിനായിട്ട് ചക്കര ഉണ്ടാക്കാം. ചക്കരത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഞാനൊരു ചന്ദനത്തിരിയുടെ പെട്ടിയാണ് ഇട്ടിട്ടുള്ളത്. അതിൽ നമുക്ക് സർക്കിൾ വരയ്ക്കാം. എന്നിട്ട് നമ്മൾ അതേപോലെ വരയിട്ട് വെക്കാം. കണ്ടോ, അതേപോലെ വട്ടം വരച്ചെടുത്തിട്ടുണ്ട്. ഇതല്ലോ, ഇതിനെ നമുക്കൊന്ന് നന്നായിട്ട് വരച്ചെടുക്കാം. അങ്ങനെ നമ്മളിതാ ഇങ്ങനെ 4 സൈസ് സർക്കിളൊക്കെ എന്തൊക്കെ കോലം. അപ്പോൾ നമുക്കൊന്ന് ശരിയാക്കി എടുക്കാം കേട്ടോ. ഞാൻ പെട്ടെന്ന് ഒരു വീഡിയോസ് ഇടാനായിട്ട് എൻ്റെ അനിയത്തിക്ക് പെട്ടെന്ന് ഉണ്ടാക്കുകയാണ്. അങ്ങനെ 4 സൈസ് സർക്കിൾ അത് നമുക്ക് നമ്മുടെ ബസ്സിനൊന്ന് ഇട്ടിച്ചെടുത്താലോ, കുറച്ച് കളർ ചെയ്തെടുക്കാം. ബ്ലാക്ക് കളറാക്കിയിട്ട് ഇപ്പോൾ വരാം. അപ്പം അങ്ങനെ നമ്മൾ 4 സൈസുള്ളത് നമ്മളിങ്ങനെ ബ്ലാക്കിൽ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിങ്ങനെ ഒട്ടിച്ചാലോ. അങ്ങനെ ഇത് 4 സൈഡും നമുക്ക് ഉറപ്പായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുത്താൽ ഇങ്ങനെ ഇത് ഒട്ടാതെ ഇവിടെ പശ ഉണ്ട് തേച്ച് വെച്ചിട്ട് നമുക്കത് ഒട്ടിച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ ഗായ്സ്, ഞാനിതാ 4 സൈഡും ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഈ ഉണ്ടിൽ എന്തിനാ ഇതിങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്, ബാക്കിൽ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് 2 ഗ്ലാസും കുറച്ച് ചിത്രമൊക്കെ കൊടുത്തിട്ട് ഇവിടെ കുറച്ച് മോഡലൊക്കെ ആക്കിയാലോ. അപ്പം അങ്ങനെ ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് പേപ്പറിൽ ഈ ഒരു A4 ഷീറ്റിൽ തന്നെ നമുക്കതൊക്കെ വരച്ചെടുക്കാം കേട്ടോ. ഇതേപോലെ നമ്മളിത് ഇങ്ങനെ വെച്ചിട്ട് ഇത് നമുക്കൊന്ന് വേഗം വരച്ചെടുത്തേക്കാം. ഇങ്ങനെ 3 ഗ്ലാസ്സാണ്, നമ്മൾ 1 2 ഇനി 3 വരച്ച് ഇനി നമുക്ക് വേറെ ഗ്ലാസ്സും വരയ്ക്കണം. അങ്ങനെ നമുക്കിതൊന്ന് കട്ട് ചെയ്തെടുത്താലോ. അങ്ങനെ നമ്മളിതായി 3 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ ചന്തമുള്ള ബസ്സിലോട്ട് ഒട്ടിച്ചെടുക്കാം. ഇത് നമ്മളിത് ഇങ്ങനെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. 3 നമ്മൾ നല്ല അടിപൊളിയായിട്ടുള്ള ബസ്സിൻ്റെ ഒരു അടിപൊളിയൊരു ഇതാണ്. നമ്മളിപ്പോൾ പിന്നെ ഗ്ലാസ്സൊക്കെ ഇങ്ങനെ അവിടെ വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നമുക്ക് ചെയ്യാം. അങ്ങനെ ഇതാണ് നമ്മുടെ ബസ് ഇവിടെ സെറ്റായി. ഒരു സിമ്പിളായിട്ടുള്ളൊരു ബസ്സാണ് നമ്മളിവിടെ കണ്ടോ. കുട്ടികൾക്ക് പറ്റിയൊരു ബസ്സായിട്ട് അടിപൊളിയായിട്ടുണ്ട്. നമുക്ക് അടുത്ത വീഡിയോ വരും കാണുന്നവർ ബൈ ബൈ.